ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഉമ്മൽ കോയിൻ സൂവിലേക്കാണ്. ദുബായിൽ നിന്ന് ഉമ്മൽ കോയിൻ സൂവിലേക്ക് ഏകദേശം 40 മിനിറ്റോളം യാത്ര വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സൂവിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 25 ദിർഹമാണ് ചാർജ് വരുന്നത്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. ഈ സൂവിലുള്ള മെയിൻ പ്രത്യേകത നമുക്ക് ഇവിടെയുള്ള അനിമൽസിനെ ഫീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രാസ് നമുക്ക് ഇവിടെ തന്നെ മേടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ കയറുമ്പോൾ കണ്ടത് റൈറ്റ് സൈഡായിട്ടുള്ള വലിയൊരു പക്ഷിക്കൂടാണ്. അതിനകത്ത് മയിലിനെ പോലെ രൂപസാദൃശ്യം തോന്നുന്ന കുറേ പക്ഷികളുണ്ടായിരുന്നു. അവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കറക്റ്റ് പേരൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് നമ്മൾ നടന്നത് ജിറാഫിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ ജിറാഫിന് കൂട്ടായിട്ട് കുറച്ച് ആടുകളും മാനുകളൊക്കെ ഉണ്ട്. അടുത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ശരിക്കും എത്ര വലിയൊരു ജീവിയാണ് ജിറാഫ് എന്ന് മനസ്സിലാവുന്നത്. ഇവിടെ എല്ലാ അനിമൽസിനോടും നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഈ സൂവിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെ. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ മോസ്റ്റ് ഫേമസ് ഒറാങ്ങുട്ടാനടുത്തേക്കാണ്. ഹബൂബ എന്നാണ് അവർ വിളിക്കുന്നത്. ആളാണെങ്കിൽ കുഴി മടിയനാണ്, ഇരുന്നിടത്ത് എണിക്കുന്നേ ഇല്ല. ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒറാങ്ങുട്ടാൻ്റെ അടുത്ത് വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആളാരെയും വേണ്ടിയെന്ന് ലക്ഷണമില്ല. ആള് ഫുൾ ഭക്ഷണം കഴിക്കുന്ന തിരക്കില്ല. ഇവിടെയുള്ള മിക്ക അനിമൽസും നല്ല ഫ്രണ്ട്ലിയാണ്. ബേർഡ്സ് ആയാലും അനിമൽസ് ആയാലും നമുക്ക് അടുത്ത് ഇടപഴകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അതിൽ പരിപാലിച്ചിരിക്കുന്നത്. മക്കാവോ വളരെ അടിപൊളിയായി. കൈ നീട്ടി നേരെ കയറി വന്നപ്പോൾ തൊട്ട് കടിയോ കടി. എങ്ങനെ നോക്കിയിട്ട് ആള് കടി വിടുന്ന ലക്ഷണമില്ല. അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മൊത്തം കാണാൻ പറ്റുന്നത് കടുവകളും പുലികളും ഒക്കെയാണ്. ഇതല്ലേ കരിമ്പുലി, നല്ല ഉറക്കത്തിലാണ് ആശാൻ. ഒരു ഹായ് പറഞ്ഞിട്ട് ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല.
അത് നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് വെള്ളക്കടവകളാണ്. ഈ ഭാഗത്ത് മൊത്തം കടുവകളാണ്. കുറേ കൂടുകളിലായിട്ട് ധാരാളം കടുവകളുണ്ട്. വൈറ്റ് ടൈഗറും ഗോൾഡൻ ടൈഗറും. ആശയാണെങ്കിൽ ഇവിടെ ഇരിക്കപ്പോതില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയാണെങ്കിൽ നല്ല ഉറക്കവും. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ധാരാളം കുതിരകളും പിന്നെ പശുക്കൾ, ആടുകൾ, കഴുതുകൾ. ആടുകൾ തന്നെ പല വെറൈറ്റിയിലുള്ള ആടുകളുണ്ട്. ഇവിടെ എന്ന് നോക്കി നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഇവിടെ നീളം കൊമ്പുള്ള ആടുകൾ. ഇവരുടെ അടുത്തെത്തുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴെങ്കിലും ഒരു കൊത്തു കിട്ടാൻ സാധ്യതയുണ്ട്. ക്യാമൽ റൈഡിന് താല്പര്യമുള്ളവർക്ക് അതിലും കയറാം. ഇതിനെല്ലാം പുറമെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ കൂടിയുണ്ട്. ഈ ഒരു കേജിനകത്ത് നമുക്ക് ധാരാളം വെറൈറ്റി ബേർഡ്സിനെ കാണാൻ പറ്റും. പല നിറത്തിലുള്ള മയിലുകളെ നമുക്കിവിടെ കാണാം. പല നിറത്തിലുള്ള മയിലുകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ സാധാരണ കാണുന്നത് ഒരു ഗ്രീൻ ടൈപ്പിലുള്ള മയിലുകളെയാണ് നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളത്. ഈ മയിലുകൾ. പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്നത് വൈറ്റും പിന്നെ ബ്ലാക്കും ഗ്രേയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരനക്കവും ഇല്ലാതെ കിടക്കുന്ന ആമകൾ. ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരും ടയേർഡായിട്ട് നല്ല ഉറക്കമാണ്. ഇതാണ് സ്പൈഡർ മങ്കി. ഇവരാണെങ്കിൽ ഫുൾ ആക്റ്റീവ് ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. നല്ല മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇവിടെ ധാരാളം ഒട്ടകപ്പക്ഷികളാണുള്ളത്. അങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങോട്ട് നടക്കുമ്പോഴാണ് ഒരാൾ പാമ്പയും തൂക്കിയിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നത്. ലേക്കിന് അടുത്തായിട്ട് തന്നെ വലിയൊരു ആനയുടെ രൂപം കൂടി ഉണ്ട്. അപ്പോൾ അതിന് മേലെ കയറിയ ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കൂടി നിൽക്കുന്ന കുറേ ഫ്ലെമിംഗോസിനെയും കാണാൻ പറ്റും. ഇവിടെ 2 കങ്കാരു കുട്ടികളെയാണ് കാണുന്നത്.
ഇതാണ് ഇവിടുത്തെ മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ലയൺ. നമ്മൾ ആദ്യം കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഈ സിംഹത്തിനെയാണ്. നമ്മുടെ കരടിക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ നമ്മൾ വീണ്ടും തുടങ്ങിയിടത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉമ്മൽക്കൈൻ സൂയിലെ കാഴ്ചകൾ. നല്ലൊരു കാഴ്ചാനുഭവം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ UAE വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു പ്ലേസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.